നാളെ രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നത്. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ നേവിയുടെ ഹെലിപ്പാഡിൽ അദ്ദേഹം എത്തുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ധീവരസഭയുടെ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുക. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം എത്തുന്നത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി 2 തരത്തിലുള്ള പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പ്രത്യേക സമ്മേളനത്തിലും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കം കൂടി നാളെ കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ BJPയുടെ പ്രവർത്തകരാകും പങ്കെടുക്കുക. ഇതിൽ NDAയുടെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ഈ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുതുയുഗയാത്ര സമാപിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നടത്തിയിട്ടുള്ള ഗ്യാരണ്ടിയും ചില പ്രഖ്യാപനങ്ങളും ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 11:30 ജില്ലയിലെത്തുന്ന പ്രധാനമന്ത്രി BJPയുടെ സംഘടനാ പരിപാടിയിലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ചില പരിപാടികളിലും പങ്കെടുത്ത ശേഷം നാളെ തന്നെ തിരികെ മടങ്ങുകയും ചെയ്യും. BJPയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് NDA മുന്നണിയെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെ നിർണായകമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ വെച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമോ, അതോ അതിനുശേഷം നടത്തുന്ന NDA സമ്മേളന വേദിയിലാകുമോ അദ്ദേഹത്തിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സംഗീതിനൊപ്പം ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.